ഹലോ ഗായ്സ്, ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും മാറ്റി ഒരുങ്ങി രാവിലെ തന്നെ ഇതാ കല്യാണത്തിന് പോവാണ് കേട്ടോ. ഞാനും മിക്കയും യാമി, റിബു, ഷൈത്തത്ത ഞങ്ങളാണ് പോകുന്നത്. മാമൻ്റെ കൂടെയാണ് പോകുന്നത്. മാമൻ്റെ 2 മക്കളും ഉണ്ട്, ഷീനത്താത്തയും റിഹാനും ഉണ്ട്. അപ്പോൾ ഇതാ മാമന് ഇതാ കാറായിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ കാറിൽ പോവാണ്. കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ പോവാൻ. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞ് ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെയാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്നും ആളെത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. 11:30ക്കാണ് നിക്കാഹ്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് ഞങ്ങൾ എത്തിയിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്ന അവിടെ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഒരു 4 ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ പപ്പായ ജ്യൂസാണ് എടുത്തിരുന്നത്. പപ്പായ ഉണ്ടായിരുന്നു, പിന്നെ മുന്തിരി ഉണ്ടായിരുന്നു, വാട്ടർ മെലൺ ഉണ്ടായിരുന്നു, പിന്നെ പേരക്ക ഉണ്ടായിരുന്നു. പപ്പായ കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ്. അങ്ങനെ ഇതാ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറി. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ ഇതാ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് കയറായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിലാണ് കേട്ടോ ഈ കല്യാണം വരുന്നത്. കുറച്ച് ലോങ് ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന്. മലപ്പുറത്താണ്, മലപ്പുറം മങ്കടയിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു 11:30-11:45 ആയപ്പോൾ തന്നെ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ അവരെ സംരക്ഷിച്ചു നിർത്താൻ, അവർക്ക് വേണ്ട സംരക്ഷണം നൽകാൻ ഒരു പുരുഷനെ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതുവരെ അവരുടെ ബാപ്പ മറ്റു കുടുംബക്കാർ അവരെ സംരക്ഷിച്ചുവെങ്കിൽ ഇന്നു മുതൽ വരനാണ് വധുവിനെ സംരക്ഷിക്കുന്നത്. ആ ഒരു സംരക്ഷണം നിക്കാഹൊക്കെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നടന്നു. നമ്മുടെ പെണ്ണ് ഇതാ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അസ്ന എന്നാണ് പേര്. അങ്ങനെ പിന്നെ മഹറൊക്കെ ചെക്കൻ കെട്ടിക്കൊടുത്തു. പിന്നെ ഇതാ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു, പരിചയപ്പെട്ടു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല മട്ടൻ ബിരിയാണിയും പിന്നെ ബ്രോസ്റ്റഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചപ്പോഴാണ് നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജിലേബി, ജീരക മിഠായിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ ഇതാ ഈ ഒരു സംഭവത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഗുലാബ് ജാമെന്നാണ് കരുതി. പക്ഷേ ഇതിൻ്റെ പേര് ലുക്കീമത്താണ്. ഇക്ക പറഞ്ഞതാണ് കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേജിലേക്ക് കയറി. പെണ്ണിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ, പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി കയറി. പിന്നെ അത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറപ്പെടാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതാ പെണ്ണും പോകാൻ നിൽക്കുകയാണ്. ഈ ഒരു സീന് കാണുമ്പം എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ ഓർമ്മ വരും. എല്ലാവർക്കും ഒരു സങ്കടമാണല്ലേ. എത്ര അടുത്താന്ന് പറഞ്ഞാലും നമുക്കങ്ങനെ പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അത് നേരെ പോയത് വീട്ടിലേക്കല്ല. മാമൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുള്ള റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരായിരുന്നു കേട്ടോ. ആ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മളൊന്നും അറിയില്ല, പക്ഷേ നമ്മളൊക്കെ ഒരുപാട് പരിചയമുള്ള പോലെയാണ് കേട്ടോ അവർ പെരുമാറിയിരുന്നത്. അവിടെ പോയപ്പോൾ നല്ല ആപ്പിൾ ജ്യൂസ്, ഐസ്ക്രീമൊക്കെ ഇട്ട് അടിച്ച് തന്നിരുന്നു. മാമൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് അവർ കർണാടകയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പരിചയമുള്ള ഫാമിലിയാണ് കേട്ടോ അവരൊരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പിന്നെ നേരെ പോയത് ചെമ്മാടുള്ള യാറ സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു കേട്ടോ. അവിടെ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ മാമൻക്ക് എന്തോ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടേക്ക് പോയിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി അവിടേക്ക് കയറുകയാണ്. ഞങ്ങളും ഒന്നും വാങ്ങണമെന്ന് കരുതി പോയതല്ല. പിന്നെ ഞാൻ 1-2 സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു ബ്ലാങ്കറ്റ് എടുത്തു കേട്ടോ. ഓഫറിൽ കണ്ടപ്പോൾ എടുത്തതാണ്. എൻ്റെ വീട്ടിലുള്ളത് കുറച്ചധികം കട്ടിയുള്ളതാണ്. അപ്പോൾ അലക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഒന്ന് വാങ്ങണമെന്ന് കരുതുന്നു. അപ്പോൾ ഓഫറിൽ കണ്ടപ്പോൾ എടുത്തതാണ്. 300 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. എല്ലാവരും നല്ല രീതിക്ക് ടയേർഡായിരുന്നു. കുറേ നേരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വേഗം വീട്ടിൽ പോയി എല്ലാവരും വേഗം ഒന്ന് ഫ്രഷായി വേഗം കിടന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു.